ടീച്ചേഴ്സ്, വെൽക്കം ടു സെല്ലാസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ബയോളജിയുടെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇനി പരീക്ഷയ്ക്ക് ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കേട്ടറ്റിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 30-ാം തീയതി വരെ ഡേറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിക്ക് വെക്കണ്ട. ഇനി നമുക്ക് പഠിക്കാൻ ആകെ 2 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ വേഗം നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ബയോളജിയിൽ എല്ലാവർക്കും സ്ക്രീന് വിസിബിൾ അല്ലേ? ബയോളജിയിൽ നമ്മൾ ആദ്യം തന്നെ ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെൽ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നേരെ പോർഷൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ബയോളജിയുടെ ഒരു 3 സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നതാണ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം. ജീവനുള്ള എല്ലാ വസ്തുക്കളും അതിൽ ഉൾപ്പെടുന്നു. സസ്യങ്ങളും ജന്തുക്കളും അതുപോലെ മൈക്രോ ഓർഗാനിസംസ് സൂക്ഷ്മജീവികളും അങ്ങനെ എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നതാണ് ബയോളജി അഥവാ ജീവശാസ്ത്രം. അപ്പോൾ ജീവശാസ്ത്രത്തിന്റെ അഥവാ ജീവികളെ കുറിച്ചുള്ള പഠനമാണ് ജീവശാസ്ത്രം. അതിലെല്ലാ ജീവികളും ജീവനുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നു. ജീവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഇനി അതിൽ ഉള്ള ഒരു വിഭാഗമാണ് ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിങ്ങനെ നമുക്ക് അതിനെ 2 സെക്ഷൻസ് ആയിട്ട് നമുക്കതിനെ വേർതിരിക്കാൻ പറ്റും. ജീവജാലങ്ങളെ അതിലെ ജന്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സുവോളജി അഥവാ ജന്തുശാസ്ത്രത്തിന്റെ പിതാവായും അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അതായത് ജീവശാസ്ത്രത്തിന്റെയും ജന്തുശാസ്ത്രത്തിന്റെയും പിതാവ് അരിസ്റ്റോട്ടിലാണ്. ഇനി രണ്ടാമത്തെ ഒരു സെക്ഷൻ വരുന്നതാണ് സസ്യശാസ്ത്രം. സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സസ്യശാസ്ത്രം അഥവാ ബോട്ടണിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് എന്ന ബൊട്ടാണിസ്റ്റ് ആണ്. അപ്പോൾ അരിസ്റ്റോട്ടില് ജീവശാസ്ത്രത്തിന്റെയും ജന്തുശാസ്ത്രത്തിന്റെയും പിതാവാണ്. തിയോഫ്രാസ്റ്റസ് എന്ന ബൊട്ടാണിസ്റ്റ് ആണ് ബോട്ടണി അഥവാ സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. ഇത് മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ ബയോളജിയെ പറ്റി പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് വേഗം തന്നെ നമ്മളുടെ സെൽ എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ സെൽ അഥവാ കോശം, ഇത് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ്. അത് നമ്മളൊന്ന് ഓർത്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഡീപ്പായിട്ടൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി വന്ന സ്ഥിതിക്ക് എങ്ങനത്തെ ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എങ്ങനത്തെ ചോദ്യം വന്നാലും നമുക്ക് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ പരമാവധി നമുക്കിങ്ങനെ പഠിച്ച് ഓർത്തെടുക്കാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഡീപ്പായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ എന്താണ് കോശം എന്ന് പറഞ്ഞാൽ ജീവികളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം. ജീവികളുടെ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ആദ്യമായി കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് സെൽ അഥവാ കോശം കണ്ടെത്തിയത്. അതിന്റെ വർഷവും നിങ്ങൾ ഓർത്ത് വെക്കണം. 1665. 1665 റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ കോശത്തെ കണ്ടെത്തിയത്. അപ്പോൾ കോശം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക്. ഇനി കോശങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മൾ നേരത്തെ പറഞ്ഞു. ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ബയോളജി അഥവാ ജീവശാസ്ത്രം. അതുപോലെ ജന്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് ജന്തുശാസ്ത്രം. സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സസ്യശാസ്ത്രം എന്ന് പറഞ്ഞു. ഇതുപോലെ കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കോശവിജ്ഞാനീയം. കോശവിജ്ഞാനീയം അഥവാ ഇനി ഇംഗ്ലീഷിൽ സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് കേൾക്കും. അപ്പം മിക്കവാറും സൈറ്റോളജി എന്നുള്ള ടേമാണ് നമ്മൾ കാണാറ്. സൈറ്റോളജി എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡ് ആണെങ്കിലും അതിനെ മലയാളീകരിച്ചാണ് നമ്മൾ കാണാറ്. അതിന്റെ കറക്റ്റ് മലയാളം വേർഡ് എന്താ വെച്ചാൽ കോശങ്ങളെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ കോശവിജ്ഞാനീയം അഥവാ സൈറ്റോളജി. ഇനി കോശങ്ങളെ പറ്റി പ്രതിപാദിച്ച ആദ്യ പുസ്തകം, കോശങ്ങളെ കണ്ടെത്തി 1665 റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ കോശങ്ങളെ കണ്ടെത്തി. എന്നിട്ട് ആ കണ്ടെത്തിയ കാര്യം പ്രതിപാദിച്ച ആദ്യത്തെ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്കിന്റെ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിലാണ് ആദ്യമായി കോശങ്ങളെ പറ്റി പ്രതിപാദിച്ചത്. ഇനി റോബർട്ട് ഹുക്ക് ആദ്യമായി കോശം കണ്ടെത്തിയത് നമ്മൾ റോബർട്ട് ഹുക്കാണ് എന്ന് പറഞ്ഞു. ഇനി ആദ്യമായി ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? അത് റോബർട്ട് ഹുക്ക് അല്ല. പകരം ആരാണ്?
ആന്റൺ വാൻ ലിവൻഹോക്ക്. ആരാണ്? ആന്റൺ വാൻ ലിവൻഹോക്ക് എന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ജീവനുള്ള കോശത്തെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പൊ ഇത് തമ്മിൽ നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. അതായത് റോബർട്ട് ഹുക്കാണ് ആദ്യമായി കോശം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് റോബർട്ട് ഹുക്കാണ്. പക്ഷെ റോബർട്ട് ഹുക്ക് കണ്ടെത്തിയത് ജീവനുള്ള കോശത്തെ ആയിരുന്നില്ല. അദ്ദേഹം ഒരു ഉണങ്ങിയ തടിക്കഷ്ണത്തിലുള്ള ഒരു കോശത്തെയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അത് ജീവനില്ലാത്തൊരു കോശമായിരുന്നു. പക്ഷേ ഒരു കോശമാണ്, ജീവനില്ലാത്തൊരു കോശമായിരുന്നു. ആദ്യമായി ജീവനുള്ള ഒരു കോശത്തെ കണ്ടെത്തിയത് ആന്റൺ വാൻ ലിവൻഹോക്ക് എന്നുള്ള മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. 1674 ആന്റൺ വാൻ ലിവൻഹോക്ക് എന്ന ശാസ്ത്രജ്ഞൻ ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത്. അത് ജലത്തിലെ ഒരു ചെറിയ ഒരു സൂക്ഷ്മാണുവിനെയാണ് നിരീക്ഷിച്ചത്. അങ്ങനെ ജീവനുള്ള കോശത്തെ ആദ്യമായി നിരീക്ഷിച്ചത് ആന്റൺ വാൻ ലിവൻഹോക്ക് ആണ്. അപ്പോൾ പക്ഷെ കോശത്തെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്, അത് മാറിപ്പോവരുത്. ആദ്യമായി ജീവനുള്ള കോശത്തെ കണ്ടെത്തിയതാണ് ആന്റൺ വാൻ ലിവൻഹോക്ക്. അത് ഈ ലിവൻ എന്നുള്ള ഈ ഒരു പാർട്ട് മാത്രം ഓർക്കുക. ലിവ് ലിവൻ, അത് തമ്മിലൊന്ന് ചേർത്ത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും. ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത് ആന്റൺ വാൻ ലിവൻഹോക്ക്. ഇനി ഏറ്റവും വലിയ കോശം, നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കോശം, ഏറ്റവും വലിയ ഒറ്റ കോശം എന്ന് പറയുന്നത് ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. അതുപോലെ ഏറ്റവും ചെറിയ കോശമാണ് മൈക്കോപ്ലാസ്മ, അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മ എന്നുള്ളത് ഒരു സെക്ഷന്റെ പേരാണ്. മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മാണുക്കളിൽ പെടുന്ന ഒരു സെക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിന്റെ പേരാണ് മൈക്കോപ്ലാസ്മ എന്നുള്ളത്. ഇനി അതിൽ തന്നെ PPLO എന്ന് പറയുന്ന ഒരു സൂക്ഷ്മാണുവാണ് ഏറ്റവും ചെറിയ ഒറ്റക്കോശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ മൈക്കോപ്ലാസ്മ തന്നാൽ അതും ശരിയാണ്, ഇനി PPLO എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ അതും ശരിയാണ്. അപ്പോൾ ഏറ്റവും വലിയ കോശം, എല്ലാ ജീവജാലങ്ങളിലും വെച്ചിട്ട് ഏറ്റവും വലിയ കോശമാണ് ഒട്ടകപക്ഷിയുടെ മുട്ട. ഇനി ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചാൽ മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO. ഇനി മനുഷ്യ ശരീരത്തിന്റെ കാര്യത്തിൽ വരികയാണെങ്കിലോ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ബീജകോശമായ അണ്ഡകോശമാണ്. സ്ത്രീകളിലെ ബീജകോശമായ അണ്ഡകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. അപ്പോൾ അണ്ഡകോശം അഥവാ ഓവം ഓർ എഗ് ആണ് ഏറ്റവും വലിയ കോശം മനുഷ്യ ശരീരത്തിലെ. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് പുരുഷന്റെ ബീജകോശമായിട്ടുള്ള സ്പേം അഥവാ പുംബീജമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിന്റെ കേസിലാണെങ്കിൽ സ്ത്രീകളുടെ ബീജകോശം ഏറ്റവും വലുതും പുരുഷന്മാരുടെ ബീജകോശം ഏറ്റവും ചെറുതും. ഇനി എല്ലാ ജീവജാലങ്ങളിലും വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ടയും, അതുപോലെ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO ആണ്. ഇത്ര വരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കോശത്തെ പറ്റി ഡീപ്പായി പഠിക്കാൻ പോവാണ്. ഇനി ഇവിടെ നോക്കുക, കോശത്തിന് ഇപ്പൊ നമ്മൾ കോശം കണ്ടെത്തി. 1665 റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തി. ജീവനുള്ള കോശത്തെ അതിനുശേഷം ആന്റൺ വാൻ ലിവൻഹോക്ക് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. വീണ്ടും കോശത്തെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പോലുള്ള നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വന്നപ്പോൾ നമ്മൾ കോശത്തെ പറ്റി വീണ്ടും ആഴത്തിൽ പഠിക്കാൻ പോവാണ്. അങ്ങനെ കോശത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി കോശത്തിന് ഒരു സെന്റർ ഉണ്ട് എന്ന് മനസ്സിലായി. നമ്മൾ ആറ്റങ്ങൾക്കൊക്കെ പറയില്ലേ ഒരു സെന്റർ, അതിന് നമ്മൾ ന്യൂക്ലിയസ് എന്നുള്ള പേരൊക്കെ കൊടുത്തു. അതുപോലെ കോശത്തിനും ഒരു സെന്റർ ഉണ്ട്. അതിനെ കോശത്തിന്റെ മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അങ്ങനെ കോശത്തിന്റെ മർമ്മം കണ്ടെത്തിയത് അല്ലെങ്കിൽ കോശത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ. കോശത്തിന്റെ മർമ്മം കണ്ടെത്തിയതാണ് റോബർട്ട് ബ്രൗൺ. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വർഷം 1931 അല്ല, 1831 ആണ്. 1831 റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞൻ കോശത്തെ കുറച്ചുകൂടെ ഡീപ്പായി പഠിച്ചു. അങ്ങനെ കോശത്തിന് ഒരു സെന്റർ ഉണ്ട്. കോശത്തിന്റെ സെന്റർ അല്ലെങ്കിൽ മർമ്മം കണ്ടെത്തി. കോശത്തിന്റെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തി റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞൻ 1831. അപ്പോൾ നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ സെന്ററിന് ഒരു ബ്രൗൺ കളർ കൊടുക്കുകയാണ്. അങ്ങനെ ആ കോശത്തിന്റെ ബ്രൗൺ കളറിലുള്ള മർമ്മം കണ്ടെത്തിയതാണ് റോബർട്ട് ബ്രൗൺ 1831. ഈ പേരുകൾ പഠിക്കുമ്പോൾ, ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ വർഷം കൂടി ഒന്ന് എന്തെങ്കിലും കോഡ് വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നാവും. ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുന്നത് നമുക്കറിയില്ല. ഇനി നെക്സ്റ്റ് എന്താ, നമ്മൾ പറഞ്ഞു സസ്യങ്ങളുണ്ട് ജന്തുക്കളുണ്ട്. അപ്പം ഇനി രണ്ട് വിഭാഗങ്ങളിൽ സസ്യങ്ങളുടെ കോശങ്ങളെ പറ്റിയും ജന്തുക്കളുടെ കോശങ്ങളെ പറ്റിയൊക്കെ പഠിക്കാൻ പോവാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ പഠിക്കാൻ പോവാണ്. അങ്ങനെ സസ്യങ്ങളെ നിരീക്ഷിച്ചപ്പോൾ
സസ്യങ്ങളെ നിരീക്ഷിച്ചപ്പോൾ NJ ഷ്ലീഡൻ എന്ന ബൊട്ടാണിസ്റ്റിന് മനസ്സിലായി എന്ത്, സസ്യങ്ങളുടെ ശരീരം മൊത്തം, സസ്യശരീരം മൊത്തം കോശങ്ങളാൽ നിർമ്മിതമാണ്. സസ്യങ്ങളുടെ ശരീരം അല്ലെങ്കിൽ സസ്യങ്ങളെല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് മനസ്സിലായി. NJ ഷ്ലീഡൻ എന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടെത്തിയത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് NJ ഷ്ലീഡൻ. അത് കണ്ടെത്തിയത് 1838. അങ്ങനെ സസ്യശരീരം മൊത്തം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയാൽ അപ്പം എന്താണ്, ജന്തുക്കളുടെ ശരീരം എങ്ങനെയാണെന്ന് നോക്കണമല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത വർഷം തന്നെ 1839 തിയോഡർ ഷ്വാൻ എന്ന അടുത്തൊരു സുവോളജിസ്റ്റ് എന്ത് കണ്ടെത്തി, ജന്തുക്കളുടെ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. അപ്പോൾ 1838 NJ ഷ്ലീഡൻ എന്ത് കണ്ടുപിടിച്ചു, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. തൊട്ടടുത്ത വർഷം തന്നെ 1839 തിയോഡർ ഷ്വാൻ എന്ന സുവോളജിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു, ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ചു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശാസ്ത്രജ്ഞന്മാരുടെ, നമുക്ക് സസ്യ ശരീരത്തെ കുറിച്ചാണോ പറഞ്ഞത് ജന്തു ശരീരത്തെ കുറിച്ചാണോ പറഞ്ഞത് നമുക്കൊരു സംശയം വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കോഡ് വെച്ചിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മറ്റത് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഷ്വാൻ എന്നുള്ള പേര് നോക്കുക. അപ്പോൾ ഷ്വാനിനോട് സിമിലർ ആണ് സ്വാൻ എന്നുള്ള പേര്. സ്വാൻ എന്ന് പറഞ്ഞാൽ അരയന്നം. അപ്പോൾ അരയന്നം എന്താ, ഒരു ജന്തുവാണ്. അപ്പോൾ സ്വാൻ അതിനോട് സിമിലർ ആണ് ഷ്വാൻ. അപ്പോൾ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സസ്യശരീരത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് NJ ഷ്ലീഡൻ എന്ന ശാസ്ത്രജ്ഞനാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഞാനൊരു കോഡ് എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ ബെറ്റർ കോഡ് ഈ ഷ്വാൻ എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഷോ ഷ്ലീഡൻ എന്ന് ഓർത്ത് വെക്കുക. നമ്മളെന്താണ് വീടിൻ്റെയൊക്കെ ഷോ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ഗാർഡനും അതൊക്കെ പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഷോ ഷ്ലീഡൻ എന്നുള്ള കോഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് NJ ഷ്ലീഡൻ, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. ഇനി തിയോഡർ ഷ്വാൻ അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി കണ്ടെത്തി. 1839 രണ്ട് കാര്യങ്ങൾ കൂടി കണ്ടെത്തി. അതെന്താണ്, ജന്തുകോശങ്ങൾക്ക് ഒരു നേർത്ത ബാഹ്യസ്തരമുണ്ട്. ഒരു ജന്തുകോശം എടുത്തു കഴിഞ്ഞാൽ ജന്തുകോശം ഒരു കോശം ഇങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റുമായിട്ട് ഒരു ബൗണ്ടറി പോലെ ഒരു നേർത്ത ബാഹ്യസ്തരമുണ്ട് എന്ന് ആര് കണ്ടെത്തി, തിയോഡർ ഷ്വാൻ കണ്ടെത്തി. അതുപോലെ ഇനി ഇത് മാറിപ്പോരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോവാൻ പാടില്ല. കോശഭിത്തി എന്ന് പറയുന്നത് സസ്യകോശങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അത് സസ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അത് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ തന്നെയാണ്. അത് ജന്തുകോശങ്ങളെ നിരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് സസ്യകോശങ്ങൾക്ക് ഒരു കോശഭിത്തിയും കൂടിയുണ്ട്. ഈ കോശസ്തരത്തിന് ചുറ്റും സസ്യകോശങ്ങൾക്ക് ഒരു കോശഭിത്തിയും കൂടിയുണ്ട്. പക്ഷെ ഇത് ജന്തുകോശങ്ങൾക്ക് കാണാനില്ല. അദ്ദേഹം ജന്തുകോശങ്ങളെ നിരീക്ഷിച്ചു. അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഷ്ലീഡൻ സസ്യകോശങ്ങളെ നിരീക്ഷിച്ചിരുന്നല്ലോ. അപ്പോൾ ഷ്ലീഡൻ സസ്യകോശങ്ങളെ നിരീക്ഷിച്ചപ്പോൾ അതിന് ചുറ്റും ഈ ബാഹ്യസ്തരത്തിന് ചുറ്റുമായിട്ട് ഒരു കോശഭിത്തിയും കൂടി കണ്ടെത്തിയിരുന്നു. പക്ഷെ അത് ജന്തുകോശങ്ങളിൽ കാണാനില്ല. അപ്പോൾ തിയോഡർ ഷ്വാൻ എന്ത് പറഞ്ഞു, കോശഭിത്തി എന്നുള്ളത് സസ്യകോശങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ഓർത്ത് വെക്കണം, കോശങ്ങൾക്കൊരു ബാഹ്യസ്ഥലമുണ്ട്, ഒരു നേർത്ത ബാഹ്യസ്ഥലമുണ്ട്. അതുപോലെ കോശഭിത്തി എന്നുള്ളത് സസ്യകോശങ്ങൾക്ക് മാത്രമുള്ളതാണ് കോശഭിത്തി. ഇനി അടുത്തതായി പറയണത് പുതിയ കോശങ്ങൾ ഉണ്ടാവണമല്ലോ. എന്താണ്, നമ്മൾ ശരീരം വളരുമ്പോൾ അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാവും. അപ്പോൾ 1855 റുഡോൾഫ് വിർഷോ എന്ന ശാസ്ത്രജ്ഞൻ എന്ത് കണ്ടെത്തി, പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് ഓൾറെഡി ഉള്ള പഴയ കോശങ്ങൾ വിഭജിച്ചിട്ടാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്തി. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ 1855 ഇത് കണ്ടെത്തിയത്. പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് ഓൾറെഡി നിലവിലുള്ള പഴയ കോശങ്ങൾ വിഭജിച്ചാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. ഇത്ര വരെ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി എന്താ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ 3 പോയിന്റായി ഒരു തിയറി പറഞ്ഞിട്ട് അവതരിപ്പിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ കോശ സിദ്ധാന്തം പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ ഇത്ര വരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. 3 പോയിന്റാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറിയിൽ മെയിനായിട്ട് ഓർക്കാനുള്ളത്. എല്ലാ ജീവജാലങ്ങളും കോശനിർമ്മിതമാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ. 1838 NJ ഷ്ലീഡൻ എന്ത് കണ്ടെത്തി, സസ്യശരീരങ്ങൾ കോശനിർമ്മിതമാണ് എന്ന് കണ്ടെത്തി.
1839 തിയോഡർ ഷ്വാൻ എന്ത് കണ്ടെത്തി? ജന്തു ശരീരങ്ങളും കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തി. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും കോശനിർമ്മിതമാണ്, നമ്മുടെ കോശ സിദ്ധാന്തത്തിന്റെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ? ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ സെൽ. ഇനി മൂന്നാമത്തെ പോയിന്റ്, നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ റുഡോൾഫ് വിർഷോ കണ്ടുപിടിച്ചു പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ്. ആ പോയിന്റാണ് നമ്മുടെ കോശ സിദ്ധാന്തത്തിന്റെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും കോശനിർമ്മിതമാണ്, ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകമാണ് കോശം, നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. ഈ 3 പോയിന്റാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തത്തിലുള്ളത്. ഇനി ഈ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് തിയോഡർ ഷ്വാനും എൻ.ജെ. ഷ്ലീഡനും. ഈ 2 ശാസ്ത്രജ്ഞന്മാർ ചേർന്നിട്ടാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അന്ന് ഈ ആദ്യത്തെ 2 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആണ് റുഡോൾഫ് വിർഷോ കണ്ടെത്തി എന്ത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തി. അപ്പൊ ആ ഒരു പോയിന്റും കൂടി ഈ കോശ സിദ്ധാന്തത്തിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചു. അങ്ങനെ കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് റുഡോൾഫ് വിർഷോ. ആവിഷ്കരിച്ചത് ഷ്വാൻ ആൻഡ് ഷ്ലീഡൻ ചേർന്നിട്ടാണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചതാണ് റുഡോൾഫ് വിർഷോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കോശ സിദ്ധാന്തം. ഇനി നമ്മൾ അനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെല്ല് നമ്മൾ വിശദമായി പഠിക്കാൻ പോവാണ്. എങ്ങനെയൊക്കെയാണ് അനിമൽ സെല്ലിൽ എന്തൊക്കെയുണ്ട്? അനിമൽ സെല്ലിൽ ഉള്ളിൽ കുറേ ഓർഗനൽസ് ഉണ്ട്, കോശാംഗങ്ങളുണ്ട്. ആ കോശാംഗങ്ങളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്തിനാണ് അത് എന്നൊക്കെ നമ്മൾ വിശദമായി പഠിക്കാൻ പോവാണ്. അതുപോലെ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇവിടെ 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ടേംസ് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ ഇതിൻ്റെ മലയാളം ടേംസും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാന്റ് സെല്ലിന് മാത്രമേ ഒരു കോശ ഭിത്തി ഉള്ളൂ എന്ന് പറഞ്ഞു. അത് അനിമൽ സെല്ലിൽ ജന്തുകോശത്തിൽ കാണാനില്ല. പ്ലാന്റ് സെല്ലിന് മാത്രമേ ഒരു കോശ ഭിത്തി ഉള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ഡിഫറൻസ് ഈ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണത്. അപ്പോൾ എന്തോ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഒക്കെ നമ്മൾ എന്താണെന്ന് കാണാൻ പോവാണ്. അപ്പോൾ ഈ 2 ഫിഗറും നിങ്ങൾ നോക്കുക. ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആനിമൽ സെല്ലിൻ്റെ നമുക്കൊന്ന് നോക്കാം. പ്ലാന്റ് സെല്ലിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. എന്തൊക്കെയാണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറഞ്ഞു. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ഇവിടെ റോസ് കളറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ന്യൂക്ലിയസ് ബ്രൗൺ കളറിലാണ് കേട്ടോ. അപ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെൻട്രോസോംസ്, ഗോൾഗി ബോഡി, ലൈസോസോം, മൈറ്റോകോൺട്രിയോൺ, സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിനാണ് നമ്മൾ കോശസ്തരം എന്ന് പറയുന്നത്. അപ്പോൾ കോശസ്തരം, ജന്തുകോശങ്ങൾക്കൊരു നേരത്തെ കോശസ്തരം ഉണ്ടെന്ന് തിയോഡർ ഷ്വാൻ കണ്ടെത്തിയിരുന്നു. ആ കോശസ്തരമാണ് സെൽ മെംബ്രെയിൻ. പിന്നെ സൈറ്റോപ്ലാസം, റൈബോസോംസ് അങ്ങനെയൊക്കെ കാണാണ്ട്. ഇനി പ്ലാന്റ് സെല്ലും ഇതൊക്കെ തന്നെ കാണാണ്ട് എക്സ്ട്രാ കുറച്ച് സാധനം കൂടി കാണും. പ്ലാന്റ് സെല്ലിൽ എന്താ? ഒരു സെൽ വാള്. ഈ സെൽ വാൾ എന്ന് പറയുന്നതാണ് കോശ ഭിത്തി. സെൽ വാളുണ്ട്, ഇവിടെ സെൽ വാളുണ്ട്. പിന്നെ സെൽ മെംബ്രെയിൻ നമ്മൾ നേരത്തെയും പ്ലാന്റ് സെല്ലിൽ കണ്ടിരുന്നു. പ്ലാന്റ് സെല്ലിൽ കണ്ട കുറേ സംഭവങ്ങളുണ്ട്. എന്താ? സൈറ്റോപ്ലാസം, ഗോൾഗി അപ്പാരറ്റസ്, പിന്നെ റൈബോസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് തന്നെയാണ്. നേരത്തെ അനിമൽ സെല്ലിൽ കണ്ടിരുന്നത് തന്നെയാണ് ഇത്രയും. ഇനി എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെയുള്ള? പ്ലാന്റ് സെല്ലിന് അനിമൽ സെല്ലിന് കൂടാതെ എക്സ്ട്രാ ആയിട്ടുള്ളതാണ് ഒന്നി സെൽ വാള്. ഇത് നമ്മൾ അനിമൽ സെല്ലിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ക്ലോറോപ്ലാസ്റ്റ്. നമുക്കറിയാം പ്ലാന്റ്സ് എന്താണ്? സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് എന്താണ്? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകമുണ്ട്. ആ ഹരിതകത്തെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് ഈ ക്ലോറോപ്ലാസ്റ്റ്. പിന്നെ ഈ വാക്യൂൾ എന്നുള്ള ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. അനിമൽ സെല്ലിൽ കണ്ടിട്ടില്ല, വാക്യൂൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിൽ. പക്ഷേ കുറേയൊക്കെ സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവയിൽ പൊതുവായിട്ടുള്ള കോശാംഗങ്ങളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് അനിമൽ സെല്ലിൽ മാത്രമുള്ള 1-2 കോശാംഗങ്ങളുണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഈ സെൽ വാള് അല്ലെങ്കിൽ വാക്യൂൾ അങ്ങനെ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളുടെ
ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കോശാംഗങ്ങൾ, അതുപോലെ ഈ സൈറ്റോപ്ലാസം അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ ഫങ്ഷൻസ് എന്താണ്, എന്തിനാണത്, എന്താണത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കി നോക്കാം. അതൊക്കെ പോണതിന് മുന്നേ ഈ കോശങ്ങളുടെ എണ്ണത്തെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്, ഓർഗാനിസത്തെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കോശത്തിന്റെ എണ്ണത്തിന്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒറ്റ കോശം മാത്രമുള്ള ജീവികളുണ്ട്. ആകെ ഒറ്റ കോശം ഉണ്ടാവുള്ളൂ. നമുക്ക് എന്താണ് നോക്കിയാൽ കൂടി കാണില്ല. കോശം എന്നാൽ അത്രയും മൈന്യൂട്ടാണ്, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അങ്ങനെ പവർഫുൾ മൈക്രോസ്കോപ്പൊക്കെ വേണം കോശങ്ങളെ കാണണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒറ്റ കോശം മാത്രമുള്ള ജീവികളുണ്ട്. നമ്മൾ ഈ മൈക്രോ ഓർഗാനിസംസ് എന്നൊക്കെ പറയില്ല, അതൊക്കെ പെടുന്നത്. എല്ലാ മൈക്രോ ഓർഗാനിസംസും എന്താണ് ഒറ്റ കോശമുള്ളതല്ല. പക്ഷെ ഒരുവിധം മൈക്രോ ഓർഗാനിസംസ് ഒക്കെ സൂക്ഷ്മ രോഗാണുക്കൾ, അങ്ങനെ സൂക്ഷ്മ ജീവികളൊക്കെ എന്താണ് ഇതിൽ പെടുന്നതാണ്. അങ്ങനെ ഒറ്റ കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഈ ടേംസ് തന്നെ കിട്ടില്ലേ, ഏകകോശം ഒറ്റക്കോശമുള്ള ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസം. അതിന് എക്സാമ്പിളാണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ, ഈസ്റ്റ്. അപ്പം അമീബ, പാരമീസിയം, യുഗ്ലീന അതൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള മൈക്രോ ഓർഗാനിസം സെക്ഷനിൽ വരുന്നത് തന്നെയാണ്. അതിലൊന്നും നമുക്ക് സംശയം ഉണ്ടാവില്ല. ഇനി ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് ഫംഗസ് വിഭാഗത്തിൽ പെടുന്ന, ഫംഗസ് എന്താണ് നമ്മുടെ ഇതിൽ ഒരു മൈക്രോ ഓർഗാനിസം തന്നെയാണ്. അപ്പോൾ ഫംഗസ് വിഭാഗത്തിൽ പെടുന്ന ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവിയാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫംഗസ് വിഭാഗത്തിലെ ഈ ഈസ്റ്റ് മാത്രമാണ് ഇതിൽ പെടുന്നുള്ളൂ. ഏകകോശ ജീവികളിൽ ഫംഗസ് വിഭാഗത്തിൽ ഈസ്റ്റ് മാത്രമേ പെടുന്നുള്ളൂ. ബാക്കി എല്ലാ ഫംഗസുകളും നെക്സ്റ്റ് സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കോശമുള്ള ജീവികൾ ഏകകോശ ജീവികളാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ബഹുകോശ ജീവികൾ, ബഹുകോശം ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ, ഏകകോശം ഒരു കോശം മാത്രമുള്ള ജീവികൾ. ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് സസ്യങ്ങൾ, ജന്തുക്കൾ, ഹൈഡ്ര, അതുപോലെ ഈ ഈസ്റ്റ് ഒഴികെയുള്ള ഫംഗസുകൾ. സസ്യങ്ങൾ, ജന്തുക്കൾ അതൊക്കെ നമുക്ക് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ കാണാൻ പറ്റുന്നതൊക്കെ ബഹുകോശ ജീവികളായിരിക്കും. ഏകകോശത്തെ നമുക്ക് എന്തായാലും നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ ഈസ്റ്റ് ഒഴികെയുള്ള എല്ലാ ഫംഗസുകളും ബഹുകോശ ജീവികളാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി എന്താണ് ഈ കോശത്തിന്റെ ആവശ്യം? എന്താണ് കോശം? എന്തിനാണ് കോശമാണ്? നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം, ജീവന്റെ അടിസ്ഥാന ഘടകം, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം കോശമാണ് നമ്മൾ പറഞ്ഞു. ഇനി ഈ കോശത്തിന് കുറച്ച് ധർമ്മങ്ങളുണ്ട് അഥവാ ഫങ്ഷൻസ് ഉണ്ട്. എന്താണ് കോശത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്? ഒന്നാമത്തത് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. നമ്മളുടെ ശരീരത്തേക്ക് എൻ്റർ ചെയ്യുന്ന, നമ്മുടെ ശരീരം മൊത്തം കോശനിർമ്മിതമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊരു ജീവജാലത്തിൻ്റെയും ശരീരത്തേക്ക് എൻ്റർ ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. കോശത്തിൻ്റെ പ്രധാന ധർമ്മമാണ് അത്. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. പിന്നെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. നമ്മളുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറേ ജൈവ തന്മാത്രകൾ ആവശ്യമാണ്. അങ്ങനത്തെ ജൈവ തന്മാത്രകളൊക്കെ നിർമ്മിക്കുന്നു. അതുപോലെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് എന്തിനാ? നമുക്ക് എനർജി കിട്ടാൻ, ഊർജം കിട്ടാൻ. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ട എനർജി റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊർജം സ്വതന്ത്രമാക്കുന്നത് ഈ സെല്ലുകൾ അഥവാ കോശങ്ങൾ വഴിയാണ്. ഇനി ഈ സെല്ലില് ഈ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്? കുറെ കോശാംഗങ്ങളുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്? അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഇനി നോക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ന്യൂക്ലിയസിന്റെ കാര്യം പറഞ്ഞു. കോശത്തിന്റെ സെന്ററാണ്, കോശത്തിന്റെ കേന്ദ്രമാണ്. കോശത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. അത് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. അത് നമ്മൾ പറഞ്ഞു. ഇനി കോശങ്ങളിൽ ഈ മർമ്മം കാണുമോ കാണില്ലേ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ജീവികളെ രണ്ടായി തരംതിരിക്കാം. ഇനി ഒരു ടൈപ്പ് ഓഫ് ജീവികളുടെ കോശങ്ങളിൽ ഈ മർമ്മം കാണപ്പെടുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനത്തെ ജീവികളെ നമ്മൾ വിളിക്കുക പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾ പറഞ്ഞാൽ ജീവികളുടെ കോശങ്ങളിൽ മർമ്മം കാണപ്പെടുന്നില്ലെങ്കിൽ അത്തരം ജീവികളെ നമ്മൾ പറയുന്നതാണ് പ്രോകാരിയോട്ടുകൾ, ന്യൂക്ലിയസ് ഇല്ലാത്തവ.
അല്ലെങ്കിൽ മർമ്മം കാണപ്പെടാത്ത, കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഈ മൈക്കോപ്ലാസ്മയെ നമ്മൾ നേരത്തെയും കണ്ടു. ജീവജാലങ്ങളിലെ ഏറ്റവും ചെറിയ കോശം എന്ന് അറിയപ്പെടുന്നതാണ് മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO എന്ന് പറഞ്ഞു. ആ PPLO ഒക്കെ അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മയുടെ കോശത്തിൽ എന്താണ്? ന്യൂക്ലിയസ് അഥവാ മർമ്മം കാണപ്പെടുന്നില്ല. അതൊരു പ്രോകാരിയോട്ടിൽപ്പെട്ട ജീവിയാണ് മൈക്കോപ്ലാസ്മ. അതുപോലെ സയനോബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സസ്യങ്ങളെ പോലെയൊക്കെ സ്വന്തമായിട്ട് ഫുഡ് നിർമ്മിക്കാൻ പറ്റുന്നതാണ് സയനോബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയ ജീവികളൊക്കെ അതൊക്കെ സൂക്ഷ്മജീവികളാണ്. ഇങ്ങനത്തെ സൂക്ഷ്മജീവികൾക്ക് എന്താണ്? കോശങ്ങളിൽ മർമ്മം ഇല്ല. അവയൊക്കെ പ്രോകാരിയോട്ടുകളാണ്. ഇനി കോശങ്ങളിൽ മർമ്മം കാണപ്പെടുക എന്നുണ്ടെങ്കിൽ, ജീവികളുടെ കോശങ്ങളിൽ മർമ്മം ഉണ്ടെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് യൂകാരിയോട്ടുകൾ. അപ്പോൾ പ്രോകാരിയോട്ടുകളുണ്ട്, യൂകാരിയോട്ടുകളുണ്ട്. യൂകാരിയോട്ടുകളുടെ കോശങ്ങളിൽ മർമ്മം കാണപ്പെടും. അവരുടെ മർമ്മത്തിന് ഒരു ആവരണം ഉണ്ടായിരിക്കും. ആവരണമൊക്കെ ഉണ്ടായിരിക്കും. അത് നമുക്ക് വേർതിരിച്ച് അറിയാൻ സാധിക്കും. പ്രോകാരിയോട്ടുകളുടെ കോശങ്ങളിലോ ആ മർമ്മം ഉണ്ടാവില്ല. ഇനി യൂകാരിയോട്ടുകൾക്ക് എക്സാമ്പിളാണ് അമീബ, പാരമീസിയം, സസ്യങ്ങൾ, ജന്തുക്കൾ, ഹൈഡ്ര, ഫംഗസുകൾ. ഇതൊക്കെ യൂകാരിയോട്ടുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ പ്രോകാരിയോട്ടുകളുടെ എക്സാമ്പിൾ ഓർത്തിരിക്കുക. ആ എക്സാമ്പിൾ ഓർത്തിരിക്കുക. അല്ലാത്തൊക്കെ യൂകാരിയോട്ടിൽ പെടുന്നതാണ്. ഇനി കോശത്തിനൊരു ആവരണം ഉണ്ട് നമ്മൾ പറഞ്ഞു. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. അതുപോലെ ഈ കോശസ്തരത്തിന്റെ ഉള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ട് പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. അപ്പോൾ കോശമുണ്ട്. ഈ കോശത്തിന് ഒരു ബൗണ്ടറി, കോശത്തിനൊരു ബൗണ്ടറി ഉണ്ട്, ഒരു നേർത്ത ആവരണം ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. ഈ കോശസ്തരത്തിന്റെ ഉള്ളിലെ എല്ലാ ഭാഗങ്ങളെയും പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ഇനി ഈ ജീവദ്രവ്യത്തിൽ നമ്മൾ മർമ്മം മാത്രം ഒഴിവാക്കുകയാണ്. അപ്പം എന്താണ്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കോശത്തിന്റെ കേന്ദ്രം നമ്മൾ പറഞ്ഞു. അതും ഈ കോശസ്തരത്തിന്റെ ഉള്ളിലായിരിക്കുമല്ലോ. ആ കോശസ്തരത്തിന്റെ ഉള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ഇനി നമ്മൾ കോശസ്തരത്തിന്റെ ഉള്ളിൽ ഈ മർമ്മം മാത്രം നമ്മൾ ഒഴിവാക്കുകയാണ്. ബാക്കി പദാർത്ഥങ്ങളെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ മർമ്മം ഒഴികെയുള്ള കോശസ്തരത്തിന്റെ ഉള്ളിൽ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. അപ്പോൾ ന്യൂക്ലിയസിനെയും ചേർത്ത് പറയുകയാണെങ്കിൽ അത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ഇനി നമ്മൾ മർമ്മം ഒഴിവാക്കി കോശസ്തരത്തിൻ്റെ ഉള്ളിൽ ബാക്കി പദാർത്ഥങ്ങളെ ചേർത്തിട്ടാണ് പറയണമെങ്കിൽ അത് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. അത് മാറിപ്പോവരുത്. ഇനി കോശത്തിന് കുറച്ച് ജീവധർമ്മങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ പ്രധാനമായും 3 ജീവധർമ്മങ്ങൾ നേരത്തെ പറഞ്ഞു. ഈ കോശത്തിന്റെ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്നത് കോശത്തിൽ ഉള്ള കുറച്ച് കോശാംഗങ്ങളാണ്. കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് ആണ് കോശത്തിന്റെ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശത്തിലെ ഘടകങ്ങൾ, സെൽ ഓർഗനൽസ്. ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഈ സെൽ ഓർഗനൽസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പ്രധാനമായും വേഗം ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ കോശസ്തരം എന്തായിരുന്നു? കോശസ്തരം പറഞ്ഞാൽ സെല്ലിന്റെ കോശത്തിന്റെ ആവരണം, ബൗണ്ടറി പോലെ കാണുന്ന ഒരു നേർത്ത ആവരണമാണ് കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മാസ്തരം. ഈ രണ്ടും അതിന് പറയും, കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മാസ്തരം. ഇംഗ്ലീഷിൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. ഇത് കോശത്തെ പൊതിയുന്ന ഒരു പാളിയാണ്. ഇതിന്റെ ഫങ്ഷൻ, കോശസ്തരത്തിന്റെ ഫങ്ഷൻ എന്താണ്? കോശസ്തരത്തിന്റെ ഫങ്ഷൻ കോശങ്ങളിലേക്ക് പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ കോശസ്തരത്തിന്റെ ഉള്ളിലൂടെയാണ്. അപ്പോൾ ഇത് പൊതിയുന്ന ഒരു ആവരണമാണ്, കോശത്തെ പൊതിയുന്ന ഒരു ആവരണമാണ്. ഈ ആവരണത്തിൽ കൂടെയാണ് കോശത്തിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും പദാർത്ഥങ്ങൾ പ്രവേശിക്കുകയും അതുപോലെ പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇനി ഇത് എല്ലാ പദാർത്ഥങ്ങളെയും, ഈ കോശസ്തരം എല്ലാ പദാർത്ഥങ്ങളെയും ഉള്ളിലേക്ക് കടത്തിവിടാൻ സമ്മതിക്കില്ല. അതുപോലെ ഉള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും പുറത്തിറങ്ങാനും സമ്മതിക്കില്ല. അതായത് ഇത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പദാർത്ഥങ്ങളെ മാത്രമേ കോശത്തിന് അകത്തേക്കും പുറത്തേക്കും പോവാനും വരാനും അനുവദിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് കോശസ്തരത്തെ എന്ത് പറയാം? ഒരു വർണ്ണധാര്യ സ്തരം എന്ന് പറയാം. വർണ്ണധാര്യ സ്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ അല്ലെങ്കിൽ സെമി പെർമിയബിൾ ആണ്. എല്ലാത്തിനെയും കടത്തിവിടില്ല. കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പദാർത്ഥങ്ങളെ മാത്രമേ കോശത്തിന് പുറത്തേക്കും കോശത്തിന്റെ പുറത്തുനിന്ന് കോശത്തിനകത്തേക്കും പ്രവേശിക്കാൻ സമ്മതിക്കുള്ളൂ. വർണ്ണധാര്യ സ്തരമാണ് കോശസ്തരം. ഇതൊരു
വർണ്ണധാര്യ സ്തരമാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. നമുക്കറിയാം, അപ്പം നമ്മൾ ആറ്റങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ബോർ മോഡൽ അല്ലെങ്കിൽ റുദർഫോർഡ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോഡലുകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോശസ്തരത്തിൻ്റെ ഒരു മോഡൽ അവതരിപ്പിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ. 1972 സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ മോഡലിൻ്റെ പേരും അവതരിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരെയും ഓർത്തു വയ്ക്കുക. നമ്മൾ കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് സിംഗർ ആൻഡ് നിക്കോൾസൺ എന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. രണ്ടുപേരുടെയും പേര് ഓർത്ത് വെക്കണം. 1972. ഇനി എന്താണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് നോക്കാം. ഒന്നുമില്ല, ഈ കാണുന്ന ഫിഗറാണ് ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. എന്തൊക്കെ പദാർത്ഥങ്ങൾ കൊണ്ടാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഇവിടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട്, ഗ്ലൈക്കോലിപ്പിഡ് കാണാം, ഗ്ലൈക്കോ പ്രോട്ടീൻ കാണാം, ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീൻ, ഒരു പെരിഫറൽ പ്രോട്ടീൻ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് ലിപ്പിഡ്, പ്രോട്ടീൻ, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, ഈ 3 കമ്പോണൻസ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയുന്നത്. ലിപ്പിഡ്, പ്രോട്ടീൻ, അതുപോലെ കാർബോഹൈഡ്രേറ്റ്. അതിൽ ഈ ലിപ്പിഡ് പോർഷനാണ് നമ്മൾ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിപ്പിഡിൻ്റെ ഒരു 2 ലെയറായിട്ടാണ് കോശസ്തരം കാണുന്നത്. അപ്പോൾ കോശസ്തരം എന്നുള്ളത് 2 ലെയറുകളുള്ള ഒരു ആവരണമാണ്. ആ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ് കൊണ്ടാണ്. ലിപ്പിഡിൻ്റെ ഹെഡ് പോർഷൻ ആണ് ഈ ഓറഞ്ച് കളറിൽ കാണുന്നത്. അതുപോലെ ടെയിൽ എൻഡാണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അപ്പോൾ ടെയിൽ ഭാഗം ഉള്ളിലേക്ക് വരുന്ന പോലെയും ഹെഡ് പുറത്തേക്ക് വരുന്ന പോലെയാണ് ഈ ബൈലെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലിപ്പിഡ് കൊണ്ടുള്ള ബൈലെയർ, ഈ ലിപ്പിഡിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയും. അങ്ങനെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. അതുപോലെ നെക്സ്റ്റ് പോർഷനാണ് പ്രോട്ടീൻ. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള പ്രോട്ടീൻ കാണാം. ഇൻ്റഗ്രൽ പ്രോട്ടീനും ഉണ്ട്, പെരിഫറൽ പ്രോട്ടീനും ഉണ്ട്. ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ പാർട്ടിലുള്ളത്. ഈ ബൈലെയറിൻ്റെ ലിപ്പിഡ് ബൈലെയറിൻ്റെ ഇന്നർ പാർട്ടിൽ അല്ലെങ്കിൽ ഉള്ളിൽ കാണുന്ന പ്രോട്ടീനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയാം. അതുപോലെ ഈ ലിപ്പിഡ് ലെയറിൻ്റെ അറ്റത്ത് പുറം ഭാഗത്തായിട്ട് കാണുന്ന പ്രോട്ടീനെയാണ് നമ്മൾ പെരിഫറൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ബാഹ്യ പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത്. പുറത്ത് ലെയറിൻ്റെ സർഫസിൽ കാണുന്ന ലിപ്പിഡ് ലെയറിൻ്റെ സർഫസിൽ കാണുന്ന പ്രോട്ടീനാണ് പെരിഫറൽ പ്രോട്ടീൻ. ഇനി 3ാമത്തെ കമ്പോണൻ്റാണ് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് ഒറ്റയ്ക്കായിട്ടുണ്ടാവില്ല, അതൊന്നെങ്കിൽ ലിപ്പിഡിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ പ്രോട്ടീനോടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ലിപ്പിഡിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് പറയും. ഗ്ലൈക്കോ എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസിനാണ് നമ്മൾ ഗ്ലൈക്കോ എന്ന് പറയുന്നത്. ആ ഗ്ലൂക്കോസ് ലിപ്പിഡിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഗ്ലൈക്കോ ലിപ്പിഡ്. അതുപോലെ ആ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നും പറയും. അപ്പോൾ ഈ 3 ഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് എന്നീ 3 ഘടകങ്ങൾ എങ്ങനെയാണ് കോശസ്തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് ആ ഒരു മോഡലിന് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ആ ഒരു മോഡലിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. അത് അവതരിപ്പിച്ചത് സിംഗർ ആൻഡ് നിക്കോൾസൺ എന്നീ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നുള്ള ആ പേരും അതുപോലെ അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ, വർഷം, ഈ 3 കാര്യമാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഈ ഒരു പിക്ചറും ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇതിലൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് എത്ര % പ്രോട്ടീൻ, ലിപ്പിഡ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് ആണ് കോശസ്തരത്തിൽ കാണുന്നത് നോക്കാം. പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇൻ്റഗ്രലും പെരിഫറലും ആയിട്ട് 2 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട് പറഞ്ഞു. അത് 52%. ഇൻ്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീനും 2 ടൈപ്പ് പ്രോട്ടീനുകളും ചേർത്തിട്ട് ടോട്ടൽ 52% ഉണ്ട്. അതുപോലെ ലിപ്പിഡുകൾ അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോസ്ഫോലിപ്പിഡുകൾ 40% ഉണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റ് 8% ആണ് ഉള്ളത്. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അപ്പോൾ ഇത്രയായിട്ട് നമുക്ക് നിർത്താം. ഇനി ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ?
ഏറ്റവും ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ അല്ലെങ്കിൽ സെല്ല് എന്ന് പറഞ്ഞു. പിന്നെ സെല്ല് കണ്ടെത്തിയത് ആരാന്ന് പറഞ്ഞു? റോബർട്ട് ഹുക്ക്. പിന്നെ സെല്ലിന് ഒരു ന്യൂക്ലിയസ് അഥവാ കേന്ദ്രം ഉണ്ട്, അത് കണ്ടെത്തിയത് ആരാന്ന് പറഞ്ഞു. പിന്നെ എന്താ, പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് മനസ്സിലായി. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിൽ കോശത്തിന്റെ ഏറ്റവും ബൗണ്ടറി ആയിട്ടുള്ള കോശസ്തരത്തെ പറ്റി നമ്മൾ പഠിച്ചു. അതിൽ കോശസ്തരത്തിന്റെ ഒരു മോഡൽ പഠിച്ചു, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അത് അവതരിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരെ പറ്റി പഠിച്ചു. മെയിനായിട്ട് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. എളുപ്പമല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക്